الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم إنا نسألك بحق الفاتحة المعظمة وسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلنا وأصحابنا وأحبابنا وتلاميذنا وأموالنا وبيوتنا من كل محنة وفتنة وشدة وبؤس وضير إنك ولي لكل خير ومتفضل بكل خير ومعت لكل خير برحمتك يا أرحم الراحمين يا أرحم الراحمين يا ذا الجلال والإكرام آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي خلق الإنسان من طين لازب وخلق الجان من مارج من نار وأرسل إليهما رسولا داعيا إليه بإذنه وسراجا وقمرا منيرا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أفوض أمري إلى الله إن الله بصير بالعباد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلموا أمة محمد صلى الله عليه وسلم. ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് സ്വലാത്തുകൾ ചൊല്ലപ്പെടുന്ന പവിത്രമായൊരു മജ്‌ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇതുപോലെ നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹ സമ്പൂർണ്ണ സ്വർഗീയ ആരാമത്തിൽ ഒരുമിക്കാൻ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഭൗതിക സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഭൗതിക സൗകര്യങ്ങളുടെ ആധിക്യം മനുഷ്യൻ്റെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് കാലികമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്നും ചിന്താശേഷിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. നാടിൻ്റെ ഉന്നമനത്തിനും നാടിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ട യുവതയുടെ യുവത്വം ലഹരിയിലും മറ്റ് അധാർമിക പ്രവർത്തനങ്ങളിലുമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സമൂഹത്തെ സമുദ്ധരിക്കാൻ കടപ്പെട്ടവർ പോലും ആധുനിക യുവതയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട ഗതികേടാണുള്ളത്. മാതാപിതാക്കൾക്കോ ഗുരുനാഥന്മാർക്കോ സമൂഹത്തിനോ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ന്യൂ ജനറേഷൻ വളർന്നു വരുന്നതിൽ ചുറ്റുപാടുകൾക്ക് അനൽപമായ പങ്കുണ്ട് എന്ന് പറഞ്ഞ് ചുറ്റുപാടുകളെ പഴിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടും കാര്യമില്ല. ചുറ്റുപാടുകളെ സാംസ്കാരിക ഉന്നമനത്തിന്, സാംസ്കാരികമായ രീതിയിൽ വളർന്നു വരുന്നതിന് അനുഗുണമായ രൂപത്തിൽ കൂടി ചിട്ടപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളായ, മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കുത്തഴിഞ്ഞ സംസ്കാരത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന നവതലമുറയെ ശരിയായ ദിശാബോധം നൽകിക്കൊണ്ട് നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളാക്കി മാറ്റിയെടുത്ത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന അവസ്ഥയിലുള്ള നല്ല പ്രോഡക്റ്റുകളാക്കി മാറ്റിയെടുക്കേണ്ടത് നമ്മുടെയൊക്കെയും ബാധ്യതയാണ്. ശരിയായൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം അത് കുഞ്ഞുനാൾ മുതൽ തന്നെ നാം തുടങ്ങണം. ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ തന്നെ അവൻ്റെ നല്ലൊരു പേഴ്സണാലിറ്റി അവൻ ഉണ്ടാക്കിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നാം ആരംഭിക്കണം. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? കതിരിന്മേൽ വളം വച്ചിട്ട് കാര്യമില്ല, ചൊട്ടയിലെ ശീലം ചുടലവരെ. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന പഴഞ്ചൊല്ലുകളാണ്. കതിരിന്മേൽ വളം വച്ചിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലേ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിച്ച് കുട്ടികളെ നല്ല സംസ്കാരത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ചെറുപ്പത്തിലെ നാം പഠിപ്പിക്കുന്ന ശീലം അതായിരിക്കും ആ കുട്ടി വളർന്നു വന്ന് യുവാവായാലും ആ കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ ജനിച്ചത് മുതൽ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നതിൽ രക്ഷിതാക്കൾക്ക് അനൽപമായ പങ്കുണ്ട്. നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കൊക്കെയും താല്പര്യമുണ്ടല്ലോ നമ്മുടെ മക്കൾ നല്ല നിലയിൽ വളർന്നു വരണം, നമ്മുടെ സമൂഹം നല്ലൊരു സമൂഹമായി മാറണം, നമ്മുടെ ഈ തലമുറ നമുക്കും സമൂഹത്തിനും ഗുണം ചെയ്യുന്നൊരു സമൂഹമായി മാറണമെന്ന് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു പഞ്ചവത്സര പദ്ധതിയല്ല, ദശവർഷ പദ്ധതിയുമല്ല, 2 ദശാബ്ദക്കാലം നീണ്ടു നിൽക്കുന്ന സുദീർഘമായിട്ടുള്ളൊരു കർമ്മ പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിരിക്കുന്ന ആ കർമ്മ പദ്ധതി നാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ലാഇബുഹു സബ്ആ വഅദ്ബുഹു സബ്ആ വആഖിഹി സബ്ആ ثم
അത്റുക് ഹബ്ലഹു അലാ ഗാരിബിഹി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച 2 ദശാബ്ദക്കാലം നീണ്ടു നിൽക്കുന്ന ആ കർമ്മ പദ്ധതി ഉണ്ടല്ലോ, ആ കർമ്മ പദ്ധതി അത് നാം കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 3 ഘട്ടങ്ങളായിട്ടാണ് ആ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങൾ. ആ 3 ഘട്ടങ്ങൾ കൃത്യമായിട്ടും നമ്മൾ ആ പറയുന്നത് പോലെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ നല്ല സംസ്കാരത്തിൽ എത്തിക്കാൻ കഴിയും. നാം പിടിച്ച പിടിയിൽ നിൽക്കുന്നവരായി നമ്മളെ മക്കളെ മാറ്റാൻ കഴിയും. കാര്യം പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഒന്നാമത്തത് ലഅബഹു സബ്ആ. ജനിച്ചൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് വളർന്നു വന്ന് 7 വയസ്സാകുന്നത് വരെ ആ കുഞ്ഞുമായിട്ട് മാതാപിതാക്കൾ കളിക്കണം. കുഞ്ഞുമായിട്ട് കളിക്കണം. കുഞ്ഞുമായിട്ട് എങ്ങനെയാണോ കുഞ്ഞിനോട് കളിക്കേണ്ട രീതി എങ്ങനെയാണോ ആ രീതിയിൽ കുഞ്ഞുമായിട്ട് ഇടപഴകുകയും തൻ്റെ മക്കളുമായിട്ട് ഇടപഴകുകയും നല്ല രീതിയിൽ കളിക്കുകയും അവരുടെ മനസ്സിൽ നമ്മളോട് വല്ലാത്തൊരു മഹബത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം ആദ്യത്തെ 7 വയസ്സിനുള്ളിൽ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ആദ്യത്തെ 7 വയസ്സ് വരെ കുട്ടികൾക്ക് കിട്ടേണ്ടത് സ്നേഹമാണ്, കുട്ടികൾക്ക് കിട്ടേണ്ടത് ലാളനയാണ്, പരിഗണനയാണ്, കാരുണ്യമാണ്, നമ്മുടെ ചേർത്ത് പിടിക്കലാണ്. ഇത് ആ കുട്ടിക്ക് 7 വയസ്സ് വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കളാണ് ഈ ലോകത്ത് കാണപ്പെടുന്നവർ വെച്ച് ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ളവരായി മാറുക. അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം, രക്ഷിതാക്കൾ മാറണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മോട് അതിയായ സ്നേഹമുണ്ടാക്കിയെടുക്കാൻ ആ 7 വർഷത്തെ പരിചരണം കൊണ്ട് നമുക്ക് കഴിയണം. ഇന്നിപ്പോൾ നമ്മുടെ ഈ നവതലമുറ, ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ചെറിയൊരു വിഷയമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ നവതലമുറ ഇതെത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. കുട്ടികൾക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിലേക്ക് മൊബൈലും കൊടുത്ത് കുട്ടൂസൻ്റെ ഡാക്കിനിയുടെ ആ ചിത്രകഥയൊക്കെ ഇട്ടുകൊടുത്ത് അവരൊരു മൂലയ്ക്കിരുത്തും. അല്ലെങ്കിൽ TV ഓണാക്കി ടോമാഞ്ചർ ഇട്ടേതെങ്കിൽ മൂലയ്ക്കിരുത്തും. അവർക്ക് മാതാപിതാക്കളുമായിട്ട് ബന്ധമില്ല, അവർക്ക് മൊബൈലും TVയും ഇത് തന്നെ അവരുടെ ലോകം. ഇങ്ങനെ പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഡേ കെയർ സെൻറ്ററിലേക്ക് ഉണ്ടാക്കും. കുട്ടിക്ക് മാതാപിതാക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു ടച്ചുമില്ല. 7 വയസ്സ് വരെ കുട്ടിക്ക് കിട്ടേണ്ട ആ ഒരു സ്നേഹം കുട്ടിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പിടിച്ച പിടിയിൽ കുട്ടി പിന്നെ നിൽക്കില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, 7 വയസ്സ് വരെ മാതാപിതാക്കളെ മക്കളോട് നിങ്ങൾ സ്നേഹം കാണിക്കണം, വാത്സല്യം കാണിക്കണം, മക്കളോടൊപ്പം നിങ്ങൾ ചേർന്നിരുന്ന് കളിക്കണം. അത് മക്കൾക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ വല്ലാത്ത അതിയായ സ്നേഹമുണ്ടാക്കിയെടുക്കാൻ കാരണമാകും. അങ്ങനെ നാം ഈ കുട്ടികളുടെ മനസ്സ് നമ്മൾ പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം ബഹുമാനപ്പെട്ടവർ പറയുന്നു, അടുത്ത 7 വർഷം അവരെ അദബ് പഠിപ്പിക്കണം, അടുത്ത 7 വർഷം അവരെ മര്യാദ പഠിപ്പിക്കണം, അടുത്ത 7 വർഷം അവരെ ഇൽമ പഠിപ്പിക്കണം. ചുരുക്കത്തിൽ 14 വയസ്സ് വരെ അവരെ അദബും ഇൽമും പഠിപ്പിക്കണം. 7 മുതൽ 14 വയസ്സ് വരെ കുട്ടിയെ സംസ്കാരം പഠിപ്പിക്കേണ്ട സമയമാണ്. കുട്ടിയെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വരുതിയിൽ കിട്ടണമെങ്കിൽ ആ കുട്ടിക്ക് നമ്മെക്കുറിച്ച് വല്ലാത്ത മതിപ്പുണ്ടാവണം. അതിനാണ് പറഞ്ഞത് ആദ്യത്തെ 7 വർഷം കുട്ടിയുമായിട്ട് കളിക്കണം. കുട്ടിയുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ, ചെറിയ മക്കൾ, അവർക്ക് നമ്മോട് സ്നേഹമായി കഴിഞ്ഞാൽ നാം എന്തു പറഞ്ഞാലും അവർ കേൾക്കും. ചെറിയ കുട്ടികൾ, അത് ചെറിയ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും.
അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത്, ആദ്യത്തെ 7 വർഷം കൊണ്ട് കുട്ടിയെ കയ്യിലെടുത്തിട്ട് അടുത്ത 7 വർഷം കുട്ടിയെ അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ വളരെ മോശമാണ്, മ്ലേച്ഛമാണ്. വൃത്തികെട്ട കുത്തഴിഞ്ഞ സംസ്കാരത്തിൻ്റെ നടുവിലാണ് നമ്മുടെ ഈ നവതലമുറ, നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ലിബറലിസം അതിൻ്റെ ബീഭത്സമായിട്ടുള്ള രൂപത്തിൽ നവതലമുറയുടെ മസ്തിഷ്കത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായിട്ടുള്ള സാഹചര്യം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്, അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. LGBTQI അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടറോഡിൽ തുണിയുരിഞ്ഞാടുന്ന ആണും പെണ്ണും കെട്ട വർഗങ്ങളുള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാക്കണം, LGBTQI എന്താണ് ഈ സാധനം? അമേരിക്ക പോലും ഈ ആധുനിക യുഗത്തിൽ അമേരിക്ക പോലും പുറംകാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞൊരാശയമാണ്. ട്രംപ് അധികാരത്തിൽ കയറിയതിൻ്റെ ആദ്യ അവസരം തന്നെ അയാൾ പ്രഖ്യാപിച്ചത് LGBTQ എന്ന് പറഞ്ഞ സംഗതി വേണ്ട, ഇവിടെ അതിനെ പുറത്താക്കിയിരിക്കുന്നു. ലിംഗം 2 ഉള്ളൂ, ആൺ പെൺ. അതിനപ്പുറം LGBTQ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടുവരുന്ന ആ പാശ്ചാത്യൻ സംസ്കാരം അതിന് അമേരിക്ക തന്നെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ, ആ പാശ്ചാത്യ സംസ്കാരത്തിനെ ആവോളം നുകരാൻ വേണ്ടി ശ്രമിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. ഇന്ത്യയുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. LGBTQI അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിൽ പോരാട്ടം നടത്തുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും നമ്മുടെ നവതലമുറയും ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. LGBTQI എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ. നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കൽ സ്വാതന്ത്ര്യമാണത്രേ. അത് സ്വാതന്ത്ര്യമാണ്. ജി എന്ന് പറഞ്ഞാൽ ഗേ, ആണും ആണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കൽ, അതും സ്വാതന്ത്ര്യമാണ്. ഏത് സംസ്കാരമാണിത്? കുടുംബം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തെ തന്നെ തകർത്തെറിയുന്നൊരു ആശയമല്ല ഇത്. ഈ വൃത്തികെട്ട ആശയം മുൻകാലത്ത് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനത്തിൽ മുഴുകിയവരായിരുന്നു. ഈ ഗേ എന്ന് പറയുന്ന വൃത്തികെട്ട അധാർമിക പ്രവർത്തനത്തിൽ മുഴുകിയൊരു സമൂഹമായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം. അവർ അല്ലാഹു തആല എന്താ ചെയ്തത്? ആ സദോം പട്ടണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്മേലെ മറിച്ച് കളഞ്ഞില്ലേ? ആ തിന്മ കാരണമായിട്ട് അല്ലാഹുവിൻ്റെ ശിക്ഷ അവരിൽ ഇറങ്ങിയില്ലേ? അവരെ അല്ലാഹു തആല ആ ഭൂമിയടക്കം കീഴ്മേലെ മറിച്ച് കളഞ്ഞില്ലേ? അത്രയ്ക്കും ഭീകരമായിട്ടുള്ള തിന്മ, ഒരിക്കലും വെച്ചു പുറപ്പിക്കാൻ കഴിയാത്ത തിന്മ. ആ തിന്മ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. ആ ബോധം നമുക്കുണ്ടാകണം, ആ ബോധം നമുക്കുണ്ടാകണം. ഇതൊക്കെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ആദില നൂറയുടെ കേസൊക്കെ നമ്മൾ കേട്ടതാണ്. അത് അടുത്ത കാലത്ത് ഫേമസ് ആയിട്ടുള്ള കേസാണ്. അതിലൊരു പെൺകുട്ടി തട്ടമിട്ട് പർദ്ദയും ധരിച്ച് നടന്നൊരു പെൺകുട്ടിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തൊരു അധാർമികമായ അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ലിബറലിസത്തിൻ്റെ അമിതമായിട്ടുള്ള കടന്നുകയറ്റം അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പ്രത്യാഘാതമുണ്ടാക്കിയെന്ന് ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാക്കി ഓരോന്ന് പോലെ തന്നെ LGBTQ ഓരോ അക്ഷരങ്ങളും ഓരോന്നിനെ സൂചിപ്പിക്കുന്നു. ബി എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ, ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കിയതുപോലെ ആണും പെണ്ണുമല്ലാത്ത ലിംഗത്തിൽ ജനിക്കുന്നവർ മാത്രമല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതിനെ ആ വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു പെണ്ണ് വന്നിട്ട് സ്വയം പറയുകയാണ്, ഇന്ന് വന്നിട്ട് പറയുക ഞാൻ ആണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ പെണ്ണല്ല എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കണം, ട്രാൻസ്ജെൻഡറിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. ഇതാണ് ഈ വിഷയം. ഇത് പുറത്ത് നടക്കുന്നത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഇത് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ പോലും ഒരു വേള നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം.
എന്ന് പോലും വാദിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഇത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ അവകാശമാണ്, കുട്ടികളെ ചെറുപ്പത്തിലെ അവരുടെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കുത്തിക്കയറ്റി കൊടുക്കണം, ആണും പെണ്ണൊന്നൊന്നുമില്ല, അതൊക്കെ എല്ലാം സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്, സമൂഹം സൃഷ്ടിച്ചുണ്ടാക്കിയതാണ് ആണും പെണ്ണും, അങ്ങനെ ആണും പെണ്ണൊന്നൊന്നുമില്ല. നിങ്ങൾക്ക് വളരുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത്, പട്ടിയാണ് ഈ പട്ടി, പന്നിയാണ് ഈ പന്നി, ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ സ്കൂളിൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നിരുന്നു. അതിനെതിരെ പ്രതിഷേധിക്കാൻ പോയിട്ടുള്ളത് കൊണ്ടുകൂടിയാണ് പറയുന്നത്. ഇങ്ങനെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നമ്മുടെ കേരളത്തിൽ പോലും നടന്നുവെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, എത്രമേൽ ധാർമ്മികമായി അധപ്പതിച്ച, സാംസ്കാരികമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും നമ്മുടെ ഈ നവതലമുറയും ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം അധാർമികത നടമാടുന്നുണ്ടോ എന്ന് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കിപ്പോകും. പക്ഷേ യാഥാർത്ഥ്യമാണത്. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ മക്കളെ നമ്മൾ അദബ് പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാ, അദ്ദിബുഹു സബാ, 14 വയസ്സുവരെ ആ 7 വർഷക്കാലം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണേ, ശരിയായ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണേ. അങ്ങനെ ശരിയായ അദബ് പഠിപ്പിക്കാത്തത് കൊണ്ടാ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ സ്കൂളുകളിൽ നടത്തിയിരിക്കുന്ന പബ്ലിക് ഒപ്പീനിയൻ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ചില വിഷയങ്ങൾ എടുത്തിട്ട് കൊണ്ട് കോലം പിടിച്ച് കുട്ടികളുടെ മുമ്പിലേക്ക് ചെല്ലാറുണ്ട്. ചില വിഷയങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ കടിച്ചു കീറുന്ന അവസ്ഥയിൽ തട്ടമിട്ട പെൺകുട്ടികളെ സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? വീട്ടിൽ നിന്നും ഈ അദബ് കിട്ടാത്തത് കൊണ്ടാ, അവർക്ക് ശരിയായ അദബ് ലഭിക്കാത്തത് കൊണ്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ നവതലമുറയിലെ മക്കള് മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കള്, തട്ടമിട്ട പെൺമക്കള് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കണം. അതെല്ലാം തിരുത്തപ്പെടേണ്ടതാ. അതിനെ തിരുത്തപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ പഴഞ്ചന്മാരായ മൗലിയാക്കന്മാരാണെന്ന് ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറയാം മടി കാണിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നവതലമുറ മാറിപ്പോയെങ്കിൽ ഈ വാചകത്തിന് പ്രസക്തിയുണ്ട് സഹോദരിമാരെ, ഈ വാചകത്തിന് പ്രസക്തിയുണ്ട് സഹോദരന്മാരെ. അദ്ദിബുഹു സബാ, മക്കളെ അദബ് പഠിപ്പിക്കണം, മക്കളെ അദബ് പഠിപ്പിക്കണം. 14 വയസ്സുവരെ അവർക്ക് ദീൻ പഠിപ്പിക്കണം. ആരാണ് അധ്യാപകർ? അധ്യാപകരോടുള്ള മര്യാദ എന്താണ്? മാതാപിതാക്കളോടുള്ള മര്യാദ എന്താണ്? സമൂഹത്തോടുള്ള കടപ്പാടുകൾ എന്താണ്? ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ 14 വയസ്സുകൊണ്ട്. അതൊക്കെ ഇല്ലാതെ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ ഒരു ഫോൺ പിടിച്ചതിൻ്റെ പേരിൽ പ്രധാന അധ്യാപകന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ടൊരു കുട്ടി പറഞ്ഞ് നമ്മളൊക്കെ കേട്ടതല്ലേ. എന്താ പറഞ്ഞത്? സാറേ, പുറത്തിറങ്ങിയാൽ ഞാൻ ബാക്കി കാണിച്ചുതരാം, പുറത്തിറങ്ങിയാൽ ഞാൻ കാണിച്ചുതരാം, കൊന്നുകളയും, മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തിരിച്ചതാ എന്ന് അധ്യാപകന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് +1 കാരനായൊരു വിദ്യാർത്ഥി പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്? എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്? ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ആരാണ് ആ കുട്ടിക്ക് ഫോൺ വാങ്ങിക്കൊടുത്തത്? കുട്ടിക്ക് അദബ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും കിട്ടേണ്ടതാണ്. വീടകത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കുട്ടി പഠിക്കേണ്ടതാണ് അദബ് എന്ന് പറയുന്നത്. അത് കുട്ടിക്ക് നേരാമണ്ണം കിട്ടാതെ വരുമ്പോഴാണ് അധ്യാപകർക്ക് മുമ്പിലും കയർക്കാൻ, അവർക്ക് മുമ്പിൽ കൈ ചൂണ്ടി സംസാരിക്കാൻ, ദേഷ്യപ്പെടാൻ, ശബ്ദമുയർത്താൻ മടി വരാതിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നിപ്പോൾ രക്ഷിതാക്കൾ എന്താ, 10ാം ക്ലാസ്സിൽ 10A+ വാങ്ങിച്ചാൽ മോനെ നിനക്ക് ഐഫോൺ വാങ്ങിച്ചു തരാം, വാപ്പാടെ ഓഫർ 10ാം ക്ലാസ്സിൽ 10A+ വാങ്ങിച്ചാൽ ഐഫോൺ വാങ്ങി തരാം. അല്ലെങ്കിൽ കുട്ടി അങ്ങോട്ട് വയ്ക്കും,
കുട്ടി പറയും 10ാം ക്ലാസ്സിൽ ഞാൻ 10+ വാങ്ങിച്ചാൽ വാപ്പ എനിക്ക് എന്താ വാങ്ങിച്ചു തരിക? മോനെ നിനക്ക് ഇഷ്ടമുള്ള എന്തും വാങ്ങിച്ചു തരാം. പറഞ്ഞ ഐഫോൺ മതി എന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കും. 10ാം ക്ലാസ്സിൽ 10+ വാങ്ങിക്കും, ഇത് ഐഫോണും കിട്ടും അവന്. വാപ്പ അവനെ നാശത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. +2 പാസ്സായി കഴിഞ്ഞാൽ മോനെ നിനക്ക് ബൈക്ക് വാങ്ങിത്തരാമെന്ന് ഉമ്മാൻ്റെ ഓഫർ. പാപ്പാടെ പറഞ്ഞു ബൈക്ക് വാങ്ങിത്തരാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ കുട്ടിയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനുള്ള എല്ലാ വകുപ്പും മാതാപിതാക്കൾ തന്നെ ചെയ്തു വയ്ക്കുകയാണ്. കൗമാരപ്രായത്തിൻ്റെ ആ തിളപ്പൊക്കെ മനസ്സിലാക്കാതെ രക്ഷിതാക്കൾ എടുത്തുചാട്ടം കാണിക്കുന്നത് അപകടകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സമുദായത്തെ, നമ്മുടെ യുവതലമുറയെ കൊണ്ടുപോകും എന്നതിൽ സംശയമില്ല. നമ്മൾ ക്രിയാത്മകമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. മൊബൈല് കുട്ടികൾക്ക് സമയാവട്ടെ, അവരുടെ പ്രായം എത്തട്ടെ, ആ സമയത്ത് കൊടുക്കാം. എന്തിനാ ഈ സമയത്ത് 14ഉം 15ഉം വയസ്സുള്ള കുട്ടിക്ക് എന്തിനാ ഐഫോൺ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദബ് നമ്മൾ വീട്ടിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അദബ് നമ്മൾ വീട്ടിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അധ്യാപകരോട് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഈ അദബ് കിട്ടിയിട്ടില്ല എങ്കിൽ ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറയുകയാ, ആരാണ് യതീമെന്നറിയോ? ആരാണ് യതീമെന്നറിയോ? വാപ്പ മരിച്ചവനല്ല ശരിക്ക് യതീം. നമ്മുടെ ഭാഷയിൽ സാധാരണഗതിയിൽ യതീമെന്ന് പറഞ്ഞാ വാപ്പ മരിച്ചവനാ. പക്ഷേ വാപ്പ മരിച്ചവനല്ല ശരിക്ക് യതീം. ശരിക്ക് യതീമെന്ന് പറഞ്ഞാൽ ഇൽമും അദബും ഇല്ലാത്തവനാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇൽമും അദബും കൊടുത്തിട്ടില്ല എങ്കിൽ അവനെ നമ്മൾ വളർത്തുന്ന യതീമായിട്ടാണ്. നമ്മളെ മക്കളെ യതീമായിട്ട് വളർത്താൻ നമ്മൾ ഇഷ്ടപ്പെടുകയാണോ? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളാണ്. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അനന്തര സ്വത്ത് അത് നല്ല സംസ്കാരമാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖഫ്ഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അനന്തര സ്വത്ത്. നമ്മൾ സാധാരണ അതിൽ കൊടുക്കുന്ന അനന്തര സ്വത്ത് എന്താ? വീടായിരിക്കും, പറമ്പായിരിക്കും, അതൊക്കെ അനന്തര സ്വത്താണ്. പക്ഷേ ആ അനന്തര സ്വത്തുകൾ പോലും ഒരു പക്ഷേ നമ്മെ കൊണ്ട് വൃദ്ധസദനത്തിനാക്കാൻ കാരണമായി തീരും, ഇല്ലേ? എത്ര മക്കൾ. ഇപ്പോൾ ഈ ആറ്റിങ്ങൽ അവനവഞ്ചേരി നടന്നൊരു സംഭവം. തൊട്ടടുത്ത ദിവസങ്ങളിലാ താഹിർ എന്ന് പറയുന്നൊരു സഹോദരൻ, അയാൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നു. അയാൾ നാട്ടിൽ വന്നപ്പോൾ മക്കൾക്കും തള്ളയ്ക്കും അയാളെ വേണ്ട. അയാൾ ഊച്ചാളുള്ളതൊക്കെ ഊറ്റിക്കഴിഞ്ഞു, സർവ്വതും കഴിഞ്ഞു. ഇപ്പം അയാളെ ബാങ്ക് ബാലൻസ് ഇല്ല, അയാൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. തിന്നാൻ ഒരു നേരത്തെ ഭക്ഷണം, കുടിക്കാൻ ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ ആ ഉമ്മയും മക്കളും തയ്യാറാകുന്നില്ല. ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം വലിച്ചു വാങ്ങി ദൂരേക്ക് വലിച്ചെറിയുകയാണ്. മനസ്സിലാക്കണം, ഗൾഫ് നാടിൽ പോയി കിടന്നുകൊണ്ട് ചോര നീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ചിലപ്പം കഴിക്കാതെ ആ പൈസ കൂടി സ്വരൂപിച്ചുകൊണ്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ഉപ്പമാരെ, നിങ്ങളെപ്പോലത്തെ ഒരു ഉപ്പയാ ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള സ്വന്തം ആരോഗ്യം നോക്കാതെ, സ്വന്തം ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ കിട്ടുന്ന പൈസ മുഴുവനും നാട്ടിലേക്ക് അയച്ചുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് ഒരു മോളെ MSc കാരിയാക്കി, ഒരു മോനെ MBA കാരനാക്കി, ആ ഭാര്യയ്ക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുത്തു. അവസാനം വയസ്സാം കാലത്ത് വൃദ്ധനായി 60ആം വയസ്സിൽ നാട്ടിലേക്ക് വരുമ്പോ ഒരുപാട് രോഗങ്ങളുമായിട്ടാ കടന്നു വരുന്നത്, ശ്വാസം മുട്ടുമായിട്ടാ കടന്നു വരുന്നത്. ബാങ്ക് ബാലൻസ് ഇല്ലാത്തതിന്റെ പേരില് ആ ഉമ്മയ്ക്കും ആ ഭാര്യയ്ക്കും മക്കൾക്കും അയാൾ കൊള്ളരുതാത്തനായി മാറുകയാ. പ്രിയമുള്ള സഹോദരൻ,
സഹോദരങ്ങളെ, സഹോദരിമാരെ, എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നത്? എവിടെയാണ്? ഭാര്യയ്ക്കും അത് പഠിപ്പിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്, മക്കൾക്കും അത് പഠിപ്പിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത് നാം ചിന്തിക്കണം. അവസാനം കൈകടിച്ചിട്ട് കാര്യമില്ല, ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, മക്കളെ അവർ അദബ് പഠിപ്പിക്കേണ്ട സമയം എപ്പോഴാണ്? 14 വയസ്സ് വരെയാണ്. ഈ മോനെ MBA കാരനാക്കി, മോളെ MSc കാരാക്കി, ഭൗതികമായിട്ടൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അപ്പോൾ എവിടെയാണ് പഴച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖഫ റളിയല്ലാഹു അൻഹു പറയുന്നു, 3 കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല അനന്തര സ്വത്താണ്. അതിൽ ഒന്നാമത്തത് അസ്സനാഉൽ ഹസൻ, നല്ല പ്രശംസയാണ്. നല്ല പ്രശംസ, മക്കളെ പ്രശംസിക്കണമെന്നാണ്. ആവശ്യമായ കാര്യത്തിൽ, ഇല്ലാത്ത കാര്യത്തിലല്ല. ചീത്ത വിളിക്കുന്നു, ഒരു സ്വന്തം മോൻ വേറൊരാളെ ചീത്ത വിളിക്കുന്നു, ആനന്ദത്തോടെ കൈകൊട്ടി ചിരിച്ചാൽ അവൻ എന്താ മനസ്സിലാക്കുക? അത് നല്ല സംഗതിയാണ്. ആ കുട്ടിയുടെ മനസ്സിൽ ആ ചീത്ത വിളിക്കലെന്ന് പറയുന്നത് നല്ല കാര്യമായോ മനസ്സിലാക്കും. ചിലപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ചിരിക്കും നമ്മൾ. ആ ചിരിക്കുന്നത് അവരിൽ നന്മയാണെന്നുള്ള ബോധം ഉണ്ടാക്കി തീർക്കുകയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ നല്ല കാര്യത്തെ നമ്മൾ പുകഴ്ത്തണം, ചേർത്ത് പിടിക്കണം മക്കളെ. നിങ്ങൾക്കറിയുമോ തോമസ് ആൽവ എഡിസൺ? കേട്ടിട്ടുണ്ടായിരിക്കണം തോമസ് ആൽവ എഡിസൺ. ആരാണ് തോമസ് ആൽവ എഡിസൺ? ബൾബ് കണ്ടുപിടിച്ച ആളാണ്. ഈ തോമസ് ആൽവ എഡിസൺ, ഇയാൾ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെറും നല്ല വികൃതി പയ്യനായിരുന്നു ആൾ. പിന്നെ ഒരു വകയും പഠിക്കില്ല, മണ്ടനായിരുന്നു. അങ്ങനെ ടീച്ചർ അവസാനം ഒരു കത്തെഴുതി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചു. ആ കത്തിൽ എഴുതിയത്, ഇവൻ വെറും മണ്ടനാണ്, ഇവനെ ക്ലാസ്സിലിരുത്താൻ കൊള്ളില്ല, മറ്റു കുട്ടികളുടെ കൂടെ ഇരുത്താൻ പറ്റിയവനല്ല, അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളുടെ മകനെ സ്കൂളിലേക്ക് അയക്കണ്ട. ഈ കത്തുമായിട്ട് ഈ തോമസ് നേരെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. കത്തിലെഴുതി എന്താണെന്ന് അവനറിയില്ല. അമ്മ കത്ത് വായിച്ചു. പക്ഷേ ആ കത്തിലുള്ളത് എന്താണ് എന്ന് കുട്ടിയോട് പറഞ്ഞില്ല. ആ കത്ത് വായിച്ചിട്ട് അമ്മ ചിരിച്ചുകൊണ്ട് അവനങ്ങ് ചേർത്ത് പിടിച്ചു. മോനെ, നീ വല്ലാത്ത സംഭവമാണല്ലടാ, നിന്നെക്കുറിച്ച് ടീച്ചർ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെ പോലെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള വേറെ കുട്ടികളൊന്നും സ്കൂളിലില്ല. നിൻ്റെ അതിബുദ്ധി കാരണം നിന്നെ പഠിപ്പിക്കാൻ ടീച്ചർമാർക്ക് തന്നെ കഴിയുന്നില്ല എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മോന് നാളെ മുതൽ സ്കൂളിലൊന്നും പോകണ്ട, മോൻ അവരെക്കാളൊക്കെ ടീച്ചർമാരെക്കാളും വലിയ ആളായിരിക്കുകയാണ് എന്നൊരു പോസിറ്റീവ് മോട്ടിവേഷൻ ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. പിൽക്കാലത്ത് എന്താ സംഭവിച്ചത്? ഇയാൾ വളർന്നു, 4ാം ക്ലാസ്സുകാരനായി ഇയാൾ വളർന്നു. പിന്നീട് ഒരു സയൻറ്റിസ്റ്റായി മാറുകയാണ്. ഇയാൾ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് അവസാനം നമ്മൾ ഇന്ന് കാണുന്ന ഈ കത്തുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ആദ്യ രൂപം ബൾബ് കണ്ടുപിടിക്കുകയാണ്. ആ ബൾബ് കണ്ടുപിടിച്ചു. അതിനൊക്കെ ശേഷം ഇയാളുടെ അമ്മ മരിച്ചു. അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ എന്തെങ്കിലുമൊക്കെ ബാക്കി അവിടെ ഉണ്ടാവുമല്ലോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതെടുക്കാൻ വേണ്ടി അമ്മയുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവിടെ തകരപ്പെട്ടി കണ്ടു. ആ തകരപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു പേപ്പർ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെടുത്ത് നോക്കുമ്പോൾ പണ്ട് ടീച്ചർ എഴുതി കൊടുത്ത ലെറ്ററാണ്. അതിൻ്റെ അടി ടീച്ചറുടെ ഒപ്പൊക്കെ ഉണ്ട്. വായിച്ചു നോക്കുമ്പോൾ രസകരമായ സംഗതി, ഈ കുട്ടി വെറും മണ്ടനാണ്, ഇവനെ ഇനി സ്കൂളിലേക്ക് അയക്കേണ്ടെന്നാണ് അതിൻ്റെ കണ്ടൻറ്റ്. പക്ഷേ ആ കത്ത് വായിച്ചിട്ട് അയാൾ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, അന്ന് എൻ്റെ അമ്മ എന്നോട് ആ കത്തിലുള്ള കാര്യം അതേപടി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ ബൾബ് കണ്ടുപിടിച്ചൊരു സയൻറ്റിസ്റ്റ് ആവില്ലായിരുന്നു. അന്ന് എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ പ്രശംസിച്ച് പുകഴ്ത്തിയത് കൊണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് നൽകിയത് കൊണ്ട് ഞാൻ ഇന്ന് നല്ല നിലയിലേക്ക് എത്തിയെന്ന് അയാൾ പറയുന്നത് നമുക്ക് ഒരു നല്ലൊരു കാര്യമായി നമുക്ക് എല്ലാവർക്കും പ്രാവർത്തികമാക്കാനും നമുക്ക് മനസ്സിലാക്കാനുമുള്ളൊരു കാര്യമായി എടുക്കാൻ കഴിയും. അതുകൊണ്ട് കുട്ടികൾക്ക് നാം നല്ല പ്രശംസ കൊടുക്കണം. 2ാമത്തെ വിഷയം അൽ അദബുൻ നാഫി, ശരിയായിട്ടുള്ള പ്രയോജനകരമായിട്ടുള്ള അദബ് നമ്മൾ മക്കൾക്ക് കൊടുക്കണം. അദബ് കൊടുക്കണം. ആ അദബ് കൊടുത്തിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരോടും അധ്യാപകരോട് കാണിക്കേണ്ട റെസ്പെക്റ്റ് എങ്ങനെയാണ് മാതാപിതാക്കളോട് കാണിക്കേണ്ടത്, ഓരോന്നും നമ്മൾ കുട്ടികൾക്ക് കൃത്യമായിട്ടും കൊടുക്കേണ്ട സമയത്ത് അവരെ നമ്മൾ അദബ് കൊടുത്ത് തന്നെ വളർത്തണം. ഇല്ല എങ്കിൽ അത് നമുക്ക് തന്നെ അവസാനം ഭീഷണിയായി മാറുമെന്നതിൽ സംശയമില്ല. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ 25കാരനായിട്ടുള്ള ഒരു പയ്യൻ
അവൻ്റെ ഉമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് അവനെ വളർത്തിയത്. വാപ്പ കളഞ്ഞിട്ട് പോയി, ഉമ്മ അവനെ വളർത്തി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവന് ചില കൂട്ടുകെട്ടുകളുണ്ടായി. ആ കൂട്ടുകെട്ടുകളിൽപ്പെട്ടവൻ ലഹരിക്കടിമയായി. അവസാനം ദിനന്തരം ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് പിന്നത്തെ അവസ്ഥ അറിയാലോ. ലഹരി സർവ്വ തിന്മകളുടെയും മാതാവാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവിനെ തിരിച്ചറിയാതായി. അതുവരെ മാതാവുമായിട്ട് വല്ലാത്ത ബന്ധവും വല്ലാത്ത സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ മാതാവിനെ തിരിച്ചറിയാതായി. വീട്ടിൽ വന്നിട്ടെന്നും ബഹളവും അടിയും. അവസാനം സഹിക്കവയ്യാതെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പോലീസ് വന്ന് ഇവനെ കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി. ബാംഗ്ലൂരിലുള്ള ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി ഇവനെ അവിടെ വെച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുകയാണ്. ഇതിൽ നിന്നും, ഈ ലഹരിയിൽ നിന്നും മുക്തമാക്കാൻ ശ്രമിക്കുകയാണ്. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? കോളേജിൽ നിന്നാണ് കിട്ടുന്നത്, കോളേജ് പഠനത്തിൽ നിന്നും. അവിടെ നിന്നും കിട്ടിയ ഈ ലഹരി ആ കുട്ടിയുടെ ഭാവി തന്നെ നശിപ്പിക്കുകയാണ്. പിന്നെ നോക്കണം, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് ഏതാനും 5-6 ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ ആ ബാംഗ്ലൂരിൽ നിന്നും ഉമ്മയെ കാണാനെന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് ഇവൻ്റെ ഉമ്മയുടെ അവസ്ഥ എന്താ? അർബുദം ബാധിച്ചിട്ട് ചികിത്സയിൽ കഴിയുകയാണ്. സ്വന്തം വീട്ടിൽ കഴിഞ്ഞാൽ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് സഹോദരിയുടെ വീട്ടിൽ പോയി കിടക്കുകയാണ്. ആ സമയത്താണ് ഇവൻ വരുന്നത്. ഇവൻ വന്ന് സ്വന്തം വീട്ടിൽ നോക്കുമ്പോൾ അവിടെ ആളില്ല. സഹോദരിയുടെ സ്വന്തം ഉമ്മാടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മായെ പോയി കണ്ടു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വെട്ടുകത്തി വാങ്ങിക്കുകയാണ്. തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങി. ഇവൻ വന്നിട്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം ഉമ്മയുടെ കഴുത്തിലേക്ക് ആ കത്തി കൊണ്ടാഞ്ഞ് വെട്ടുകയാണ്. നിർദാക്ഷിണ്യം വെട്ടുകയാണ്. തീർന്നില്ല, ചോര ചീറ്റപ്പവൻ ആനന്ദിച്ചുകൊണ്ട് രണ്ടാമതും ആ കത്തി എടുത്തുകൊണ്ട് ഉമ്മയുടെ മുഖത്തേക്ക് ആഞ്ഞു വെട്ടുകയാണ്. നിലത്തേക്ക് വീണ ഉമ്മ പിടഞ്ഞുകൊണ്ട് കടന്ന് വിളിക്കുന്നു. നിലവിളി കേട്ടുകൊണ്ട് അയൽക്കാരൊക്കെയും ഒരുമിച്ച് കൂടുമ്പോൾ ഇവന് ഒരു ഉളുപ്പുമില്ലാതെ ആ കത്തി കൊണ്ടുപോയിട്ട് കത്തിയിൽ പുരണ്ടിരിക്കുന്ന രക്തം കഴുകിക്കളഞ്ഞിട്ട് ഒളിക്കുകയാണ് വീട്ടിനകത്ത്. അവസാനം അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ പോലീസുകാരവനെ കൊണ്ടുപോകാൻ തൂക്കിയെടുത്ത് അവനെ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ മീഡിയയ്ക്ക് മുമ്പിൽ കിസ്സും കൊടുത്തിട്ടാണ് അവൻ പോകുന്നത്. മനസ്സിലാക്കണം, 25-കാരനാണ്. അതബ് പഠിപ്പിക്കേണ്ട സമയത്തിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ അതബ് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് മുമ്പിലുള്ള ഈ ചരിത്രങ്ങൾ നമുക്കൊരു പാഠമാണ്. നമുക്ക് മുമ്പിലുള്ള ഈ സംഭവങ്ങൾ ഒരു പാഠമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മക്കളെ 14 വയസ്സ് വരെ അതബ് പഠിപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി വിഷയങ്ങൾ അടുത്ത സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات سائر الأنبياء والمرسلين عليهم الصلاة والسلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. خصوصا إلى حضرة نبي الله الخضر بليا بن ملكان عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات شهداء البدريين والأحديين وسائر الصحابة والتابعين رضي الله عنهم ومدنا بمددهم وأفاض علينا من بركاتهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات سائر الشهداء والصديقين والصالحين وجميع مشايخ
مشايخنا وساداتنا الصوفية أينما كانوا وحلت أرواحهم زادهم الله قدرا وأفاض علينا من بركاتهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. خصوصا إلى حضرات الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز والشيخ أحمد الكبير الرفاعي قدس الله سره العزيز والشيخ داود الحكيم قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات جميع مشايخنا في سلسلة القادرية والرفاعية والبرزانية والشاذلية والبدوية والجشتية والسهروردية والهمدانية والعيدروسية والعلوية والبعلوية والنقشبندية وسائر الطرق كلهم مجمعين. وإلى أرواح جميع أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى إن الله يعلي درجاتهم ويمدنا بمددهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات والدينا وأساتذتنا وأمواتنا وأموات المسلمين إن الله تعالى يغفر لنا ولهم ويرحمنا ويرحمهم ويجمعنا معهم في جنات النعيم مع أهلنا وأقاربنا إنه أكرم كريم وأرحم رحيم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وخالصة لكل نية نختم بها إلى حضرة الحبيب سيدنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله. اللهم صل وسلم على سيدنا محمد وآله
وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه
عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله اللهم صل وسلم على سيدنا محمد وآله يا رب صل وسلم عليه وآله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
فاعلم أنه لا إله إلا الله 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 إله إلا الله لا 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 إله إلا الله إلا الله لا إله إلا الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا نبي الثقلين الصلاة والسلام عليك يا إمام القبلتين الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا إمام المتقين الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا من عظمه الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا خير خلق الله الصلاة والسلام عليك يا سيد الذاكرين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا رحمة للعالمين നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പേരുന്ന് മൺമറഞ്ഞ് ഖബറുകളിൽ കഴിയുന്നവരുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൻ്റെ ശ്രേഷ്ഠത അവർക്കും കിട്ടണം. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെയും വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഒരു യാസീനും കൂടി ഓതി നമ്മൾ ദുആയിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും യാസീൻ ഓതുക. إلى حضرة روح نبينا وسيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع من ماتوا منا أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين
ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا في الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون وسواء عليهم ما أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث وقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يدعون الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني ذل في ضلال مبين إني آمنت بربكم واسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعدي من جد من السماء وما كنا منزلين إن كانت إلا صيحة واحدة وإذا هم خامدون يا حسرة على العباد ما يأتي من رسول الله كانوا به يستهزئون ألم يروا كما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ما لا يعلمون وآية لهم الليل نسلخ منه النار فإذا هم مظلمون والشمس للمستقر لا ذلك تقدير العزيز العليم والقمر قدرناه منازل عادك مرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نوركم ولا صريخ لهم ولا هم ينقذون إلا رحمة منا وطاعا إلى حين وإذا قيل اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربي إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطيع من لو يشاء الله أطعموا إن أنتم إلا في ضلال مبين ويقول متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يقسمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا من الأجداث إلى ربي ينزلون قالوا يا ويلنا من بعثنا من مركزنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة وإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون وأزواجهم في ظلال الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز لهم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم ما كنتم تكفرون هل ونختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لتمسنا على أعينهم واستبصروا وأنا بصرون ولو نشاء لمسخنا ولا مقاضي واستطاعوا مضيا ولا يرجعون ومن نعمره نكس بالخلق فلا يعقلون وما علمناه الشعر ما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعم فهم لها مالكون
وذللناها لهم منها ركوبهم ومنها يأكلون ولهم فيها منافع وشارب ولا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون ما يعلنون أولم يرى الإنسان أنا خلقناه وإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وبكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر ألا أن يخلق مثلهم بلى هو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون وسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله العلي العظيم وصدق الرسول النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിലേക്ക് വജീനത്തിന് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളവർ അനസ് ബി കരിക്കകം ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സഫലമാക്കി കൊടുക്കട്ടെ. ഒരു സഹോദരി ഭർത്താവിൻ്റെ ശരീരസുഖത്തിനും ജോലി അഭിവൃദ്ധിക്കും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ. അല്ലാഹു ആ ഭർത്താവിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. ജോലിയിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ബർക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ എല്ലാവിധ ബർക്കത്ത് നൽകട്ടെ. ഒരു സഹോദരി ഇന്ന് മാതാവിൻ്റെ ആണ്ടാണ്. മാതാവിൻ്റെയും ഭർത്താവിൻ്റെയും മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെയും ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിക്കട്ടെ. ബുഷ്റ അരൂർ കിളിമാനൂർ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനും റഹ്മത്തിനും ശരീരസുഖത്തിനും തൻ്റെ ഉംറ യാത്ര മഖബൂലും മബ്റൂറുമാകുന്നതിന് ദുആ ചെയ്യാൻ 2000 രൂപ. അല്ലാഹു ആ സഹോദരിയുടെ ഉംറ സ്വീകരിക്കട്ടെ. മഖബൂലത്തും മബ്റൂറത്തുമായ നിലയിൽ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനിക്കട്ടെ. ആ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞവർക്കൊക്കെയും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സനീജ് സഫീന മനസ്സിൽ അണയിൽ ശരീരസുഖത്തിനും ഗൾഫിലെ ജോലി അഭിവൃദ്ധിക്കും വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനിക്കട്ടെ. തൊഴിലിലും മറ്റെല്ലാ കാര്യങ്ങളും അല്ലാഹു ഖൈറും ബർക്കത്ത് നൽകട്ടെ. ഒരു സഹോദരൻ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനും റഹ്മത്തിനും ഭാര്യയുടെ സുഖപ്രസവത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹു പ്രയാസരഹിതമായിട്ടുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈറായ സ്വാലിഹത്തായ സന്താനത്തെ അല്ലാഹു തആല പ്രദാനിക്കട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഫാത്തിമ ബീവി ഊന്നങ്കല്ല് മകൻ്റെ മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 250. അല്ലാഹു ആ മകൻ്റെ രോഗത്തിന് ആജിലായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാജഹാൻ ചാവരക്കുന്ന് ഇന്ന് മാമയുടെ ആണ്ടാണ്. മാമയുടെ മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 501 രൂപ. അല്ലാഹു ആ മാമയുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ ഖബറിലേക്ക് ഈ ഹദിയയുടെ പ്രതിഫലവും ഈ സദസ്സിൻ്റെ എല്ലാ ഫളീലത്തും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സലീന ഫസിൽ PK ഹൗസ് തുളസിമുക്ക് ഇന്ന് ഭർത്താവിൻ്റെ ആണ്ടാണ്. ഭർത്താവിൻ്റെ മഗ്ഫിറത്തിനും റഹ്മത്തിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ. അല്ലാഹു ആ സഹോദരിയുടെ ഹദിയ സ്വീകരിക്കുമാറാകട്ടെ. ആ ഭർത്താവിൻ്റെ ഖബറിലേക്ക് ഹദിയയുടെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. കുടുംബത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ. നൗഷാദ് കൊച്ചായിക്കോട് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനും റഹ്മത്തിനും കുടുംബൈശ്വര്യത്തിനും ജോലി അഭിവൃദ്ധിക്കും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ മൺമറഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിക്കട്ടെ. കുടുംബത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ. ജോലിയിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. ഒരു സഹോദരൻ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ 500 രൂപ. ജാസ്മി താഹ പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും മഗ്ഫിറത്തിനും റഹ്മത്തിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 313 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്ത് നൽകട്ടെ. ഒരു കോഴി ലേലത്തിനുണ്ട്. അത് വായിക്കപ്പോഴത്തേക്ക് അത് എടുത്തുകൊണ്ട് വരിക. കുത്തുബുദ്ദീൻ ഫൈസി നമ്മൾ കുത്തുബുസ്സാദ് വാർഷിക സ്വലാത്തിലേക്ക് വാഗ്ദാനം പറഞ്ഞ വജീനം അരിയുടെ തുക 3750 രൂപ. ഷംസുദ്ദീൻ ചേമ്പുപണ വാർഷിക സ്വലാത്തിന് വാഗ്ദാനം പറഞ്ഞ അരിയുടെ തുക 3500. സുലൈഹ ആയിക്കോട് കുടുംബത്തിന് മരണപ്പെട്ട ഒരു മഗ്ഫിറത്തിന് വേണ്ടി 100. ഒരു സഹോദരി ഹലാലായ മുറാദുകൾ ഹാസിലാകാനും ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിൻ്റെ ശരീരസുഖത്തിനും വേണ്ടി 101. ഒരു സഹോദരി കുടുംബത്തിന് മരണപ്പെട്ട ഒരു മഗ്ഫിറത്തിന് വേണ്ടി 100. ദിലീപ് സുഹൈൽ മനസ്സിൽ അണയിൽ മാതാപിതാക്കളുടെയും ജ്യേഷ്ഠൻ്റെയും മഗ്ഫിറത്തിന് വേണ്ടി 500. സുഹൈൽ മനസ്സിൽ അണയിൽ കുഴൽ കിണറിൽ വെള്ളം ലഭിക്കാൻ
കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാനും. 101 റംസീന തടത്തിൽ വിളവീട് മങ്കാട് ഹലാലായി മുറദുകൾ ഹാസിലാകാൻ 200. മാജിദ ഊന്നകല്ല് കുടുംബത്തിന് മരണപ്പെട്ടവർക്ക് വേണ്ടി 100. ഒരു സഹോദരി കുടുംബത്തിന് മരണപ്പെട്ടവർക്ക് വേണ്ടി 100. ഷജീല ഊന്നകല്ല് ഗൾഫിലെ മകൻ്റെ ജോലി അഭിവൃദ്ധിക്ക് വേണ്ടി 200. നിസാർ ഊന്നകല്ല് മസൂദ് താന്നുവിള കുടുംബത്തിന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ വീതം. അനീസ ബീവി മാതാവിൻ്റെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി 500. സിദ്ദീഖുൽ അക്ബർ പിതാവിൻ്റെ മഗ്ഫിറത്തിനും മകളുടെ രോഗശമനത്തിനും 200. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട മാതാവിൻ്റെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി 505. ഒരു സഹോദരി കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി 101. ഒരു സഹോദരി ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി 100. അയ്യൂബ് ഊന്നകല്ല് കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന് വേണ്ടി 100. ഒരു സഹോദരി ഉംറ യാത്രയിലെ എല്ലാ പ്രതിസന്ധികളും ദൂരീകരിക്കാൻ വേണ്ടി 101. ഒരു സഹോദരി മകൻ്റെ ഹിഫ്ള് പഠന പുരോഗതിക്കും ഓർമ്മശക്തിക്കും ഐശ്വര്യത്തിനും വേണ്ടി 250. മജീദ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനും ശരീരസുഖത്തിനും വേണ്ടി 100. സുൽഫിക്കർ കച്ചവട അഭിവൃദ്ധിക്ക് വേണ്ടി 101. ഒരു സഹോദരി മകൻ്റെ തൊഴിലഭിവൃദ്ധിക്കും മാതാപിതാക്കളുടെ രോഗശമനത്തിന് 100. റഫീഖ് കുമ്പൽ മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനും റഹമത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി 500. ഒരു സഹോദരി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനും ഹലാലായി മുറാദുകൾ ഹാസിലാകാൻ 100. അബ്ദുസ്സലാം മുക്കുന്നം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനും വേണ്ടി 100. ഒരു സഹോദരി വീട് പണി പൂർത്തിയാകാൻ വേണ്ടി 100. ഒരു സഹോദരി കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി 51. ഒരു സഹോദരി ഒരു കോഴി ഇവിടേക്ക് ലേലത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. കൊച്ചുമക്കളുടെ രോഗശമനത്തിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹു ആ മക്കളുടെ എല്ലാ രോഗങ്ങളും ശിഫയായി കൊടുക്കുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. ഈ കോഴി എല്ലാവരും കാണുന്നുണ്ടോ? തുടങ്ങട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ്? പെട്ടെന്നോട്ടെ. 300 രൂപ കുത്തുബ് ഉസ്താദ്, 400 രൂപ സെക്രട്ടറി, അവിടെ 500 രൂപ നമ്മളെ ഷഫീഖ് ഉസ്താദ്, 550 ദിലീപ് സാഹിബ്, 600 കുത്തുബ് ഉസ്താദ്. പെട്ടെന്നാവട്ടെ. 600 രൂപ, 650 നമ്മളെ സലീം ഉസ്താദ്, 700 രൂപ കുത്തുബ് ഉസ്താദ്, 800 രൂപ നമ്മളെ ഷഫീഖ് ഉസ്താദ്, 800 രൂപ. പെട്ടെന്നാവട്ടെ സമയം ഒരുപാടായി. 800 രൂപ, 800 രൂപ സ്ഥിരപ്പെടുത്തട്ടാ. 800 രൂപ ഒരു തരം, 850, 900 രൂപ, 1000 ആക്കി എന്നാൽ റൗണ്ട് ചെയ്യും. ആരാ? 1000 ഷാജഹാൻ സാഹിബ്, 1000 ഒരു തരം, 1100. പെട്ടെന്നാവട്ടെ 1100 ഒരു തരം, 1100 രണ്ട് തരം, 1100 മൂന്ന് തരം. ഖുലൂ തക്ബീർ. അള്ളാഹു വാങ്ങിയ സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട ഷഫീഖ് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആയിലേക്ക് കിടക്കുകയാണ്. പായസം ഇല്ലേ? പായസം കൊടുക്കാനില്ലേ? കൊടുക്കണേ? വെച്ചിരിക്കണോ? കൂട്ടടിയാവരുത് അവസാനം. കൊടുക്കയില്ലേ തന്നെ പായസം? മതിയാ? അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. പായസം അവസാനം കിട്ടുള്ളൂ, ആരും നോക്കിയിരിക്കേണ്ട ആരും. الحمد لله رب العالمين. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الرحيم يا كرنك ായ രാജാതിരാജനായ അല്ലാഹ്, സർവാധിപതിയായ അല്ലാഹ്, അടിമകളോട് കരുണ ചെയ്യുന്ന രക്ഷിതാവേ, ഈ പാപികളായ ഞങ്ങളുടെ സംഗമം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാന സമയങ്ങളിൽ അല്ലാഹുവേ, സൂര്യാസ്തമയത്തോടടുത്തിരിക്കുന്ന മഗ്രിബിനോടടുത്തിരിക്കുന്ന സമയത്ത് നിന്റെ ഹബീബിൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണം അല്ലാഹ്.
പടച്ചവനെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാ. പൈശാചികമായ ദുർബോധനങ്ങൾക്ക് വിധേയമായി ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാപ്പ് നൽകണം അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ നിന്നും പുറപ്പെട്ടു പോകുമ്പോൾ പരിപൂർണമായും പാപങ്ങളിൽ നിന്നും മുക്തമായ അവസ്ഥയിൽ സംശുദ്ധമായ ഹൃദയത്തോടു കൂടി പുറത്തേക്ക് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഏതൊക്കെ അമലുകൾ ഇഖ്ലാസില്ലാത്തതിൻ്റെ പേരിൽ തള്ളപ്പെട്ടാലും സ്വലാത്ത് ഇഖ്ലാസില്ലാതെ ചൊല്ലിയാലും തള്ളപ്പെടില്ലല്ലോ റബ്ബേ. അങ്ങനത്തെ അമൽ ചെയ്തിട്ടാ ചോദിക്കുന്നത്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ വന്നിരുന്ന ഒരാളെയും നീ വെറുതെ ആക്കല്ല റബ്ബേ. പടച്ചവനെ, ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് മുറാദുകളുണ്ട് അല്ലാ. നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ, അതൊക്കെ ഏത് സമയത്താണോ ഉചിതമായിട്ടുള്ളത് ആ സമയങ്ങളിൽ നീ നടത്തിത്തരണം അല്ലാ. പടച്ച തമ്പുരാനെ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് പവിത്രമായി മജ്ലിസിലേക്ക് ജീവൻ നൽകിക്കൊണ്ടും സംഭാവനകൾ നൽകിക്കൊണ്ടും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, രോഗികളായവർക്ക് വേണ്ടി രോഗശമനത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ആരൊക്കെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിനക്കറിയുമല്ലോ അല്ലാ. ഏതൊക്കെ രോഗികൾക്ക് വേണ്ടിയാ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നിനക്കറിയുമല്ലോ അല്ലാ. അവർക്കൊക്കെയും നീ ശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ, നമുക്ക് വേണ്ടപ്പെട്ട പലരും ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് റഹ്മാനെ. പടച്ചവനെ, നീ ശിഫ നൽകണേ അല്ലാ. ബഹുമാനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്, ഇവനീതന്റെ ഗുരുനാഥൻ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അജിലായ ശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ, വളരെ പ്രയാസകരമായ അവസ്ഥയിൽ BP കൂടിയിട്ട് ഇന്നലെയും ഹോസ്പിറ്റൽ ICUലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ, നീ ശമനം നൽകണം റഹ്മാനെ. ആജിലായ ശമനം നൽകണേ അല്ലാ. ഉസ്താദിന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് പലതരത്തിലുള്ള വിഷമങ്ങൾ മാറാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, കടങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരുടെ കടങ്ങൾ നീ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി പരിപൂർണമായിട്ടും വീടാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫിൽ നിൽക്കുന്നൊരു സഹോദരൻ കടത്തിലകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന്റെ കടം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആ കടത്തിന് നീ പരിഹാരം നൽകണം അല്ലാ. പടച്ചവനെ, അത് വിടാനുള്ള മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, അല്ലാ, ഗൾഫ് നാടുകളിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. പടച്ചവനെ, പ്രവാസികളായ മുഴുവൻ സഹോദരങ്ങളെയും നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് പ്രയാസരഹിതമായി ജോലികൾ ചെയ്യാൻ, സമാധാനത്തോടുകൂടി നിൽക്കാൻ പടച്ചവനെ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ മനസ്സുകൾക്ക് നീ സമാധാനവും ഉറപ്പും നൽകണേ അല്ലാ. അവരുടെ ജോലികളിൽ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ അല്ലാഹുവേ, ഈ മജ്ലിസിനും ഈ സലാത്തിനും അതുപോലെ തന്നെ പള്ളിക്കൊക്കെയും വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാലും മുൻപന്തിയിൽ നിന്ന് സഹായിക്കാൻ തയ്യാറാകുന്ന പ്രവാസികളായ സഹോദരങ്ങൾ പടച്ചവനെ, അവർക്കൊക്കെയും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ സമ്പത്ത് നീ ചുരുക്കല്ല റബ്ബേ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, അല്ലാ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. പടച്ചവനെ, അവർക്കൊക്കെയും പടച്ചവനെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായിട്ടുള്ള സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച സഹോദരിയുണ്ട്. പടച്ചവനെ, അല്ലാ, സഹോദരിക്ക് പടച്ചവനെ
സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രസവത്തിലെല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ലഘൂകരിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ അല്ലാ, ഇണകളെ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, സാലിഹീങ്ങളും സാലിഹാത്തുകളുമായ ഇണകളെ, അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, രോഗികളായവർക്ക് ശമനം നൽകണേ അല്ലാ. പടച്ചവനെ, ഉംറയ്ക്ക് പോകുന്നവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഉംറ യാത്രകളും മഖബൂലത്തും മബ്റൂറത്തുമായി നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ അല്ലാ, യാത്രയിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ കൂടാതെ, രോഗങ്ങൾ കൂടാതെ പടച്ചവനെ റാഹത്തായിട്ട് കർമ്മങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഉംറയ്ക്ക് വേണ്ടി ആരൊക്കെ പോയിട്ടുണ്ടോ അവരുടെ ഉംറകളൊക്കെയും നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഒക്കെയും ദുആകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഈ ദുആ നീ കബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ അല്ലാ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. അന്ത്യം നന്നാക്കി തരണം അല്ലാ. അവസാനം കലിമ ചൊല്ലി സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറയാ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആഷിഖ് ഉസ്താദ് ചെറുവിള ജനറേറ്റർ വാങ്ങുന്നതിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള 2000 രൂപ അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ഹലാലായ അദ്ദേഹത്തിന്റെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, എന്തൊക്കെ മുറാദുകളാണോ മനസ്സിലുള്ളത് അല്ലാഹുവേ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ വജീനത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, അത് നീ രോഗശമനമാക്കണം റഹ്മാനെ. പടച്ചവനെ, ശരീരത്തിന്റെ ഖുവ്വത്താക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, പടച്ചവനെ, സ്വലാത്ത് മജ്ലിസിന്റെ കാര്യങ്ങൾക്കൊക്കെയും വേണ്ടി ഓടി നടക്കുന്ന ഈ മഹല്ലിന്റെ പരിപാലന സമിതി നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ് റഹ്മാനെ, പ്രയാസപ്പെടുകയാണ്, ഓടി നടക്കുകയാണ്. പടച്ചവനെ, അതിനൊക്കെയും നീ പ്രതിഫലം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പ്രത്യേകമായി അറിയിക്കാനുള്ളത്, കഴിഞ്ഞ സ്വലാത്തിന്റെ മജ്ലിസിൽ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട കാണിക്കവഞ്ചി